ചിന്തിക്കരുത്. ഞാനും സാറുള്ളത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമാണ് വന്നത്. കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തൊണ്ടയൊന്ന്, ഞാനും ബോസ് ബ്രദറൊക്കെ ബോസ് ബ്രദർ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു, പക്ഷെ തിരിച്ചു പോയെങ്കിലും ഞങ്ങൾ ആ ബോസ് ബ്രദറിൻ്റെ അസാന്നിധ്യത്തിൽ പാടിയില്ല, എങ്കിലും സംസാരിച്ചതുകൊണ്ട് തൊണ്ടയൊക്കെ ഒന്ന് പോയിരിക്കുക. ഞാൻ സാറിനെ കണ്ടപ്പോൾ സാറ് സംസാരിച്ചോളൂല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ ഇരുന്നപ്പോഴാണ് പിന്നെയും ഇങ്ങനൊരു ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ദൈവം എന്നെയും ഒരുക്കിയത്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ്റെ മുമ്പിൽ നിൽക്കാൻ അല്പം സങ്കോചമുണ്ട്, എങ്കിലും വചനമാണല്ലോ, ദൈവവചനവുമായിട്ടാണല്ലോ നിൽക്കുന്നത്. ആ ധൈര്യത്തിൽ നിൽക്കുകയാണ്. നമ്മൾ വിശ്വാസവീരന്മാരെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എൻ്റെ മനസ്സിൽ കർത്താവ് തന്ന ഒരാലോചന ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. മതി. നാം എഴുന്നേറ്റ് പണിയുക. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ചൊരു വേദഭാഗമാണിത്. നാം എഴുന്നേറ്റ് പണിയുക. ഈ സാഹചര്യവും സന്ദർഭവും ഒക്കെ നമുക്കറിയാം. ഒരു വ്യക്തി ഒരു വലിയ പ്രശ്നം മുമ്പിൽ വന്നപ്പോൾ ആ പ്രശ്നത്തെ നേരിട്ട കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. വ്യക്തി ആരാണെന്നും നമുക്കറിയാം അല്ലേ? ആരായിരുന്നു? നെഹമ്യാവ്. 52 ദിവസം കൊണ്ട് ഒരു വലിയ പണി തീർത്തെടുത്ത വ്യക്തിയാണ് നെഹമ്യാവ്. അപ്പോൾ അദ്ദേഹം ചെയ്തൊരു പണി, അല്ലെങ്കിൽ തകർന്നു കിടന്ന മതിൽ, നമുക്ക് ആ വേദഭാഗം കൂടി ഒന്ന് വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ ഉള്ള ചില വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. മതി സിസ്റ്ററെ, സമയപരിമിതി മൂലം, സമയമുണ്ടെങ്കിലും നമുക്ക് ആ സമയം കൂടുതൽ എഫക്റ്റീവായിട്ട് വിനിയോഗിക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് പിന്നീട് ആവശ്യമെങ്കിൽ വായിക്കാം. ഈ വേദഭാഗം നമുക്ക് അല്പനിമിഷം ധ്യാനിക്കാം, ഒരു നിമിഷം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, യെരുശലേമിൻ്റെ തകർന്നു കിടന്ന മതിലുകൾ നെഹമ്യാവ് പണിതു. അതിനുവേണ്ടി ഒരു ഹൃദയഭാരം നെഹമ്യാവിന് കൊടുത്തു. അതിനുവേണ്ടി ദൈവം തന്നെ വഴിയും വാതിലും ഒരുക്കിയതൊക്കെ അടിയങ്ങൾക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് സാധിക്കുമല്ലോ കർത്താവേ. ഇന്ന് ഈ വചനം അടിയങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ അടിയങ്ങളുടെ ജീവിതത്തിലും പണിയേണ്ട ചില പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുവാൻ, അടിയങ്ങൾക്ക് ഒരുമിച്ച് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് അടിയങ്ങൾക്ക് ദൈവസന്നിധിയിൽ അടിയങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കേൾക്കുന്ന വചനം മുഖാന്തരമാക്കി തീർക്കണമേ. ദൈവ സാന്നിധ്യത്തിൽ, ആത്മാവിൻ്റെ നിറവിൽ, അങ്ങയുടെ ആലോചനയാൽ അടിയങ്ങളെ നിറയ്ക്കണം. മഹത്വം തിരുമേനിയെടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നെഹമ്യാവിനെ കുറിച്ച് അധികം മുഖവരിയിലേക്ക് കടക്കാതെ ഞാൻ ഇങ്ങനെ പറയട്ടെ. നെഹമ്യാവ് ആരായിരുന്നു? നമുക്കറിയാം. പറയുന്നത് രാജാവിൻ്റെ കപ്പ് ബിയർ അല്ലേ,
ഇവിടെ അതിൻ്റെ 11-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ രാജാവിന് പാനപാത്ര വാഹകനായിരുന്നു. പാനപാത്രവാഹകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ആരെയാണ് വരുന്നത്? എനിക്ക് തോന്നുന്നു ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ പോകുമ്പോൾ ഒരു ചായയും കൊണ്ടൊക്കെ വരുന്ന ആളെയൊക്കെ ആയിരിക്കും നമുക്ക് ചിന്ത വരുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയ ജോലിയാണോ അത്? പക്ഷേ ഒരു രാജാവിൻ്റെ പാനപാത്രവാഹകൻ എന്ന് പറയുന്നത് ജോലിയായിരുന്നില്ല. നമുക്കറിയാം ആ കാലത്ത് രാജാവിൻ്റെ പാനപാത്രമൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഈ രാജാവിന് കൊടുക്കുന്ന ഫുഡൊക്കെ ആരായിരുന്നു? ഇദ്ദേഹമായിരുന്നു. പാത്രത്തിന് കൊടുക്കുമല്ല, അത് ടേസ്റ്റ് ചെയ്തിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, രാജാവിന് കൊടുക്കാവുള്ളൂ. കാരണം രാജാവിന് എപ്പോഴും എവിടെ നിന്നും ആപത്ത് വരാം. അതുകൊണ്ട് അത്രയും വിശ്വസ്തനായ ആളെ മാത്രമേ ഈ ശുശ്രൂഷ കേൾപ്പിക്കത്തുള്ളൂ. അപ്പം രാജാവിന് കൊടുക്കുന്നതിൽ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ആദ്യം കാര്യമാകുന്ന ആദ്യ ജീവിതമായിരിക്കും, ഈ പാനപാത്രവാഹകന്റെ ജീവിതമായിരിക്കും. അതുപോലെ വിശ്വസ്തനായ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, രാജാവിൻ്റെ ഒരു പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറി പോലെ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു നെഹമ്യാവ്. അപ്പം പ്രവാസത്തിലൊക്കെയാണ് നെഹമ്യാവ്. സ്ഥലം നമുക്കറിയാം, പേർഷ്യൻ രാജ്യം, ശൂഷൻ രാജവംശത്തിൽ. അങ്ങനെ രാജധാനിയിൽ തൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രവാസത്തിലാണെങ്കിലും സമൂഹത്തിലെ ന്യായമായ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു ജോലിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും മനസ്സ് എവിടെയായിരുന്നെന്നറിയാമോ? തൻ്റെ സ്വന്തം നാട്ടില് യെരുശലേമിലേക്ക്. സഹോദരനായ ഹനാനി പോയിട്ട് മടങ്ങി വന്നപ്പോൾ ഉടനെ കാര്യം ഈ നെഹമ്യാവിന് ചോദിക്കാനുള്ള ചോദ്യം ഇതായിരുന്നു, ഹനാനി, നമ്മുടെ സഹോദരന്മാർ അവിടെ ഉണ്ടല്ലോ, അവരുടെ അവസ്ഥ എങ്ങനെയാന്ന് ഈ ഹനാനി എന്ത് ചെയ്യുക, ഈ നെഹമ്യാവ് എന്ത് ചെയ്യുക? ഹനാനിയോട് ചോദിക്കുക. ഉത്തരം പറയുക, എൻ്റെ സഹോദര, അവിടുത്തെ കാര്യങ്ങളാകെ കഷ്ടമാ. അവിടുത്തെ മതിൽ മുഴുവൻ എന്ത് ചെയ്ത് കിടക്കുക? തകർന്നു കിടക്കുക. അവിടെ വായിക്കുന്ന വാക്കുണ്ട്, അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. സഹോദരന്മാരെ, അവിടെയുള്ള ജനം നാണം കെട്ട് ജീവിക്കുക. മഹാകഷ്ടത്തിലും അപമാനത്തിൽ നിന്ന് പറഞ്ഞാൽ ഒരു മിസറി, ആ പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുക. എന്താ പരിതാപകരമായ അവസ്ഥയിൽ കിടക്കാൻ കാരണം? ഉത്തരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യെരുശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ നെഹമ്യാവ് ചെയ്ത കാര്യം കൂടി വായിക്കുന്നുണ്ട്. ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ഓക്കെ, ഇത് സംഭവിച്ചേക്കുന്ന സമയം എപ്പോഴാണെന്നറിയാവോ? 20-ാം ആണ്ടിൽ, നെഹമ്യാവിന്റെ ചരിത്രം 20-ാം ആണ്ടിൽ ക്ലീസേവ് മാസത്തിൽ എന്നാണ്. കിസ്ലേവ്, എൻ്റെ വാക്കുകളും തെറ്റിപ്പോയി, കിസ്ലേവ് മാസത്തിലാണ് എന്ത് ചെയ്തത്? ഈ നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മാസം ഏകദേശം നമ്മുടെ ഇംഗ്ലീഷ് മാസമായിട്ടൊക്കെ ഏകദേശം എത്ര വരുന്നു നോക്കിയപ്പോഴും ഒരു നവംബർ ഡിസംബർ മാസത്തിലാണ് ഹനാനി വന്നിട്ട് എന്ത് പറഞ്ഞേ? നമ്മുടെ സഹോദരന്മാരിങ്ങനെ നാണം കെട്ട് നിന്ദിക്കപ്പെട്ട് കിടക്കുക സഹോദര. കാരണം അവരുടെ മതില് മുഴുവൻ തീ വെച്ച് ചുട്ടും തകർന്നും കിടക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഞാനിത് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന മതിലുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെരുശലേമിന്റെ മതിലിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ പുതിയ നിയമവിശ്വാസികളായ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും മതിലുകൾ അത് തകർന്നു കിടക്കുന്നുണ്ടോ, തീ വെച്ച് ചുട്ടു കിടക്കുന്നുണ്ടോ, ഞാൻ പണിയാതെ കിടക്കുന്ന ഏതെങ്കിലും മതിലുകളുണ്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കണം. ഈ മതില് തകർന്നു കിടന്നാൽ എന്താ പ്രശ്നമുള്ളേ? ഒന്നും പറയണ്ട, മതിൽ തകർന്നു കിടക്കുന്നവരുടെ വീട്ടിൽ പോയാൽ അറിയാം. സൗകര്യം കിട്ടത്തില്ലേ? ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ വരുന്നവരും പോകുന്നവരൊക്കെ കയറി ഇറങ്ങും. ഇതിനേക്കാൾ പ്രശ്നം എന്നാന്നറിയാവോ? ചില നുഴഞ്ഞു കയറ്റക്കാര് ഉണ്ട്.
ഈ നാളുകളിൽ നമുക്കറിയാം ഭയങ്കര ഇഷ്യൂസ് പാമ്പിൻ്റെയും ഒക്കെ ഇഷ്യൂ. പല സ്ഥലത്തും വെയിലൊക്കെ ആയപ്പോഴത്തേക്കും പാമ്പ് കൂടി, പാമ്പ് കയറി പിഞ്ചു കുഞ്ഞുങ്ങളവരെ കടിച്ചു കൊന്നു എന്നെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താ കാരണം? എന്തായിരിക്കും കാരണം? എവിടെയോ ഇവന്മാർക്ക് നുഴഞ്ഞു കയറാൻ ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്. അപ്പം മതില് മുഴുവനായിട്ട് അങ്ങ് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കണമെന്നൊന്നുമില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ മതിലുകളിൽ എവിടെയെങ്കിലും ഒരു സുഷിരമുണ്ടെങ്കിൽ മതി, എവിടെയെങ്കിലും ഒരു ചെറിയ ഇടിവുണ്ടെങ്കിൽ മതി നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് നീങ്ങാൻ, ശത്രു നുഴഞ്ഞു കയറാനായിട്ട്. നമ്മുടെ കർത്താവിനെയും പിശാചിനെയും താരതമ്യം ചെയ്ത് പറയുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്ന വാക്കെന്താ? ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ഏത് വഴിക്കൂടെയാ വരുന്നേ? നേരായ വഴിക്കൂടെയാ വരുവുള്ളൂ, വാതിലിക്കൂടെ തന്നെയാ വരുവുള്ളൂ. പക്ഷെ മറ്റവൻ വരുന്നതോ? മറ്റവൻ വരുന്നത് മതിലിന്റെ ഏതെങ്കിലും ഒരു ഇടിഞ്ഞ കോണുണ്ടെങ്കിൽ അത് ചാടിക്കടന്നായിരിക്കും ശത്രു കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിലെ മതിലുകൾ എവിടെയൊക്കെ ആയിരിക്കാം നമുക്ക് തകർന്നു കിടക്കുന്ന മതിലുകൾ ഉണ്ടാകുന്നത്? സ്വയം നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, സഭയിൽ തകർന്ന മതിലുകൾ ഉണ്ടാകാമോ? ആത്മീയ ജീവിതത്തിൽ ദൈവമക്കളുടെ ഇടയിൽ ഏതെങ്കിലും മതിലുകൾ നമ്മൾ തകർന്നു കിടക്കുന്ന അവസ്ഥ ഉണ്ടാകാമോ? തീർച്ചയായും ഉണ്ടാകാം. ഏതൊക്കെയാ? നമ്മുടെ കൂട്ടായ്മയുടെ മതില്. ദൈവമക്കൾ പരസ്പരം വല്ലപ്പോഴെങ്കിലും വിശേഷമൊക്കെ അന്ന് അന്വേഷിച്ചില്ലെങ്കിൽ സുവിശേഷകന്റെ പരിപാടിയാ വിശേഷം അറിയാൻ. അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം അന്വേഷിച്ചില്ലെങ്കിൽ, ഒരു സഹോദരന്റെ മുഖം വാടുമ്പോൾ എന്താ സഹോദര പ്രശ്നം, എന്താ സഹോദര പ്രയാസമായിരിക്കുന്നതെന്ന് അന്വേഷിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക, നമ്മുടെ മതിൽ എവിടെയൊക്കെയോ ഇടിഞ്ഞു കിടപ്പുണ്ട്. സ്നേഹത്തിന്റെ മതില്. ഒരാൾക്ക് വേദന വരുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ മതിൽ എവിടെയൊക്കെയോ ഇടിഞ്ഞു കിടക്കുന്നുണ്ടെന്ന. നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ തന്നെ വേണ്ട, വിശ്വാസഗോളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞത് അവരുടെ പോക്ക് ശരിയല്ല, അത് പറയാനല്ല. ദൈവമക്കള് നമുക്ക് അതിന്റെ ഒരു വേദന ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നുണ്ട്. ഇനി വ്യക്തിജീവിതത്തിലും നമ്മുടെ പല മതിലുകളും പലപ്പോഴും ഇടിയാം. പ്രാർത്ഥനയുടെ മതിലിടിയാം, കൂട്ടായ്മയുടെ മതിലിടിയാം, വചനധ്യാനത്തിന്റെ മതിലിടിയാം. മറ്റനേക ചില സഹോദരന്മാരുണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ കഴിഞ്ഞ കാലമൊക്കെ നല്ല ആത്മീയ തീഷ്ണതയോടെ ഇരിക്കുന്നതാ. ഒരു ദിവസം രാവിലെ വീട്ടിൽ വഴക്കുകൂടി. മിക്കവാറും ഈ ഞായറാഴ്ചത്തേക്ക് ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി. എന്തെങ്കിലും ഒരു പ്രശ്നം ശത്രു എന്ത് ചെയ്യും? കൊണ്ടുവരും. രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം. അത് സഹോദരി ലേറ്റ് ആകുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഏതെങ്കിലും സാധനം കാണാത്തത് കൊണ്ടാകാം. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളെ പിശാച് എന്ത് ചെയ്യും? വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാം. അത് ഞായറാഴ്ചയുടെ ഒരു പ്രത്യേകതയാണ്. പിശാച് ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ആരാധനയ്ക്ക് വരുമ്പോ കടന്നൽ കുത്തിയ മുഖമായിട്ട് അവിടെ വന്നിരിക്കണം. പ്രശ്നം ആര് തമ്മിലാ? ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കും. പ്രശ്നവും ഇല്ലെന്നേ, ഒരു പ്രശ്നവും കാണത്തില്ല. പക്ഷെ മനസ്സിൽ വിങ്ങി അങ്ങ് ഇരുന്നിട്ട് ഞായറാഴ്ച വന്നിട്ട് ആരാധിക്കാനിരിക്കുമ്പോ ഇന്നെന്നാ സഹോദരൻ സ്തോത്രം ചെയ്യാത്തെ? മതിലിടിഞ്ഞു കിടക്കുക. ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ മതില് എവിടെയാ? പിശാച് എങ്ങനെയും ബന്ധം തകർത്തിട്ട് വേണം ദൈവത്തെ. പിശാചിന് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒന്ന് രണ്ട് കാര്യം എന്നൊക്കെയാണെന്നറിയാവോ? സുവിശേഷ വേല ചെയ്യുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഓപ്പൺ എയറിന് പോയപ്പം നല്ല ഒരു ഏരിയയിലേക്കാണ് പോകാനായിട്ട് ദൈവം ഞങ്ങളെ നയിച്ചത്. പക്ഷേ ജിനു ബ്രദറിന് അറിയാം, ആ ജനറേറ്റർ അന്നേരം പണി മുടക്കി. പക്ഷെ ദൈവം ശക്തനായതുകൊണ്ട് ദൈവം പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് രണ്ടിടത്ത് ബോസ് ബ്രദർ ഇവിടെ വന്നും പ്രവർത്തനം നടത്തി, ഞങ്ങൾക്ക് അവിടെയും പ്രവർത്തനം നടത്താനായിട്ട് സാധിച്ചു. അപ്പോൾ പറഞ്ഞത് സുവിശേഷ വേല പിശാചിന് ഇഷ്ടമല്ല. അവിടെ എങ്ങനെ മതിൽ തകർക്കാനായിട്ട് നോക്കും. ആരാധന
സമ്മതിക്കത്തില്ല. പിശാചിന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ആരെ ആരാധിക്കണം? വീണ എന്നെ നമസ്കരിക്കണം. കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ദൈവവൈതൽ ഹൃദയം നിറഞ്ഞിട്ട് യേശുവേ നന്ദി, കർത്താവെ സ്തോത്രം എന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ആരാ? പിശാച. അപ്പം ദൈവമക്കളുടെ കൂട്ടായ്മയുടെ മതിലിടിക്കാൻ നോക്കും, നമ്മുടെ കുടുംബജീവിതത്തിലെ ചില മതിലുകൾ ഇടിക്കാൻ നോക്കും, നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ മതിലുകൾ ഇടിക്കാൻ നോക്കും. ദൈവമക്കളുടെ മധ്യത്തില് എങ്ങനെ നുഴഞ്ഞു കയറാൻ ചില പഴുതുകൾ പിശാച് അന്വേഷിക്കും. പ്രിയ ദൈവജനമേ, മതിലിടിഞ്ഞു കിടക്കുന്നൊരവസ്ഥ. ഇവിടെ മതിലിടിഞ്ഞത് ആരാ പറഞ്ഞത്? ഹനാനി വന്ന് പറഞ്ഞു. പക്ഷെ എത്ര പേർക്ക് അതിൽ വേദന തോന്നി? ഏതായാലും ഈ ടൂർ പോയ ഹനാനി തിരിച്ചു വന്നപ്പോൾ ഒരാളോടൊന്നും ആയിരിക്കത്തില്ല പറഞ്ഞത്. ഏതാ? മതില് ഇടിഞ്ഞു കിടക്കാന്ന് പലരോടും പറഞ്ഞു കാണും. പക്ഷേ ദൈവമക്കളെ, ഒരു നെഹമ്യാവിനാണ് അതിൻ്റെ വേദന തോന്നിയത്. എൻ്റെ ദേശത്തിൻ്റെ മതിലിടിഞ്ഞു കിടക്കുന്നു എന്നുള്ളതിൻ്റെ വേദന ഒരു നെഹമ്യാവിൻ്റെ ഹൃദയത്തിൽ തോന്നി. ആ വേദനയാണ് ഒരു യെരുശലേം മതിൽ പണിയുവാൻ ദൈവം 52 ദിവസം കൊണ്ട് ഒരു യെരുശലേമിൻ്റെ മതിൽ പണിയുവാൻ കാരണമാക്കി തീർത്തത്. ഒരുപക്ഷെ എല്ലാവർക്കും എല്ലാ വിഷയത്തിലും വേദന തോന്നണമെന്നില്ല പ്രിയമുള്ളവരെ. ചില വിഷയങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ വേദന തോന്നണമെന്നൊന്നുമില്ല. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവമക്കളെ സ്നേഹിക്കുന്ന, ദൈവം ഒരു ശുദ്ധമായ ഹൃദയം തന്നിട്ടുള്ള ഒരു ദൈവ പൈതലിന് വിഷയം വരുമ്പോൾ മറ്റുള്ളവന്റെ നേരെ കൈ ചൂണ്ടുവാനല്ല തോന്നിക്കുക. അവൻ പറയും, ദൈവമേ ഞങ്ങളുടെ മതില് ഇടിഞ്ഞു കിടക്കാം, മതില് പണിയണം. ഒരു നെഹമ്യാവിനെ പോലെ ഒരുപാട് നെഹമ്യാവുമാര് നമ്മുടെ സഭയിൽ ഉണർന്നു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി ഞാൻ 1-2 മതിലുകൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മതിലുകളെ കുറിച്ചൊന്ന് പറയാം. സെഖര്യാവിന്റെ പുസ്തകം 2:5. സെഖര്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. മതി. ഏതാ മതില്? ഏത് മതിലിനെ കുറിച്ചാ പറയുന്നേ? യഹോവ പറയുക, ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ദൈവിക സംരക്ഷണത്തിന്റെ മതില്. നമുക്കറിയാം, ഏതാ? എലീശ പ്രവാചകന്റെ ശിഷ്യൻ ഗേഹസി അല്ല, എലീശയുടെ ശിഷ്യന്മാര്, ഒരു ശിഷ്യൻ ഗേഹസി ആയിരിക്കാം, എന്ത് ചെയ്തു? ആരാം പട്ടാളം തങ്ങളുടെ ദേശം വളഞ്ഞിരിക്കുന്നു പറഞ്ഞപ്പോൾ എലീശ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥിച്ചേ? ഇവന്റെ കണ്ണൊന്ന് തുറക്കണം. അപ്പം ആ ശിഷ്യൻ കണ്ട കാര്യം എന്താ? യഹോവയുടെ ദൂതന്മാര് അഗ്നിമയമായ രഥങ്ങളുമായിട്ട് സംരക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇയ്യോബിനെ പിശാചിന് തൊടാൻ കഴിയാതിരുന്നേ? പിശാച് പറയുന്നൊരു വാക്കുണ്ട്, നീ അവന്റെ ചുറ്റും എന്ത് ചെയ്തേക്കുവാ? വേലിയും മതിലും ഒന്ന് തന്നെയാന്ന് തോന്നുന്നു. പാവപ്പെട്ടവന്റെ ഒക്കെ മതിലിന് വിളിക്കുന്ന പേരൊക്കെയാ വേലി. എന്താണേലും ആ വേലി കെട്ടി എന്ന് പറഞ്ഞ ഒരു മതില് പോലെ ദൈവ സംരക്ഷണം ഉള്ളവരാ ദൈവമക്കളായ നമ്മൾ. അപ്പം ഇവിടെ മതില് തകരുവോ? ദൈവത്തിന്റെ സംരക്ഷണത്തിന് ഒരു കുറവും ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ആ ദൈവവുമായിട്ടുള്ള ആ ഉറച്ച വിശ്വാസത്തിൽ, എവിടെയാ പത്രോസിന് വെള്ളത്തിലേക്ക് താന്നു പോയത്? കർത്താവ് വെള്ളത്തിൽ നടന്നെങ്കിൽ, കർത്താവ് പത്രോസേ നീ വെള്ളത്തിൽ കൂടെ നടന്നോടാന്ന് പറഞ്ഞെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ നടത്താൻ കഴിവുണ്ടായിട്ട് തന്നെയാ, എന്റെ ശബ്ദം ഇത്ര പോയിരിക്കുക, ആ വെള്ളത്തിൽ കൂടെ നടത്താൻ കഴിവുണ്ടായിട്ട് തന്നെയാ പത്രോസിന് എന്ത് ചെയ്തത്? വാട മോനെ എന്ന് പറഞ്ഞത്.
കർത്താവ് താത്തി കളയാനാണോ, വെള്ളത്തിൽ മുക്കാനാണോ? അവനെപ്പോൾ അവിശ്വാസം തോന്നിയോ അപ്പോഴാ വെള്ളത്തിൽ താന്നുപോയി. ദൈവത്തിന്റെ സംരക്ഷണത്തിന്, ദൈവത്തിന്റെ കരുതലിന്, ദൈവത്തിന്റെ കൃപയ്ക്ക് ദൈവമക്കളെ ഒരു കുറവും ഒരിക്കലും ഉണ്ടാകത്തില്ല. മറ്റൊരു മതിലിനെ കുറിച്ച് വായിക്കുന്നത് യെശയ്യാ പ്രവചനം 60:18. യെശയ്യാവ് 60:18 മറ്റൊരു മതിലിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. മതി. അപ്പം നിന്റെ മതിലുകൾക്ക് എന്ത് പേര് പറയാം? രക്ഷ. രക്ഷ ഒരു മതിലായി, അപ്പം രക്ഷയുടെ ആ സംരക്ഷണം, രക്ഷയുടെ ആ ഒരു ഉല്ലാസം, രക്ഷയുടെ സന്തോഷം, ഇതില്ലാത്ത ജീവിതങ്ങളുടെ അവസ്ഥ എന്ത് തന്നെയാണ്? മതിലില്ലാത്ത അവസ്ഥയാണ്. മതിലില്ല, ആരാ സംരക്ഷിക്കാനുള്ളത്? പ്രിയമുള്ളവരെ, നമ്മുടെ മധ്യത്തിൽ പലരും ഇല്ലേ രക്ഷയിലേക്ക് വരാത്തവര്? നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാ, നാളെ കർത്താവ് വിളിച്ചാൽ പോകാനിരിക്കുന്നവരാ. പക്ഷേ ഈ രക്ഷയുടെ സന്തോഷം അറിയാതെ നിത്യനാശത്തിലേക്ക് പോകുന്നവരുടെ അവസ്ഥ എന്ത് തന്നെയാണ്? മതിലില്ലാതെ തകർന്നു കിടക്കുന്നതാണ്. അതിൽ ചിലപ്പോൾ നമ്മുടെ സഹോദരന്മാർ കാണും, നമ്മുടെ ഉപ്പാപ്പൻ്റെ മക്കൾ കാണും, നമ്മുടെ അടുത്തേക്ക് എന്തൊരാവശ്യത്തിനും ഓടിയെത്തുന്ന നമ്മുടെ അയൽവക്കക്കാർ കാണും. അവരൊക്കെ നിത്യനരകത്തിലേക്ക് പോകുന്നതിൻ്റെ വേദന നമുക്ക് ഫീൽ ചെയ്യാറുണ്ടോ? അവർ ജീവിതം തകർന്നതാ പ്രിയമുള്ളവരെ. അവർ ചിലപ്പം ഹൈഫൈ ആയിട്ടൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഈ ഹൈഫൈയും ഈ ആഡംബരവും ഈ വലിയ പത്രോസും ഇതൊന്നും അവരെ എവിടേക്ക് എത്തിക്കുന്നില്ല? നിത്യതയിലേക്ക് എത്തിക്കുന്നില്ല. ഒരു ദിവസം നമ്മുടെ കർത്താവിൻ്റെ വരവിങ്കൽ ആ അഗാധ കൂപത്തിൽ നിന്ന്, ആ പാതാളത്തിൽ നിന്ന് അവർ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, സഹോദരി, ഞാൻ നിന്റെ അടുത്ത് എന്നും വരാറുള്ളതല്ലേ? നിന്റെ ഇത്രയും അയൽവക്കത്തല്ലേ ഞാൻ താമസിച്ചത്? എന്നിട്ട് ഒരു വാക്ക് ഈ സുവിശേഷനോട് പറയാൻ പറ്റിയോ? വേണ്ട, നീ പറയണ്ട. ഒരാളെയെങ്കിലും വിളിച്ചുകൊണ്ട് വന്ന് ഈ കർത്താവിനെ കുറിച്ചൊന്ന് പറയിക്കാൻ കഴിഞ്ഞോ? പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയാവോ? നമ്മുടെ അയൽവക്കത്തെ ചില തകർന്നു കിടക്കുന്ന മതിലുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ ബന്ധുമിത്രാദികളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നാണക്കേടാ സുവിശേഷം പറയാൻ. പക്ഷെ വാസ്തവം ഞാൻ പറയട്ടെ, അവര് അതുപോലെ ദയനീയ അവസ്ഥയിലായിരിക്കും കിടക്കുന്നത്. മിന്നുന്നതെല്ലാം പൊന്നല്ലെന്നൊക്കെ നമ്മൾ പറയും. പുറമെ നോക്കുമ്പോൾ ആർക്കും ആരുടെയും കുടുംബത്തിലെ വേദനകൾ അറിയത്തില്ല. പക്ഷേ ചില കുടുംബങ്ങൾ തകർന്നു കിടപ്പുണ്ട്. നമ്മൾ അവരുടെ വേദന അറിയണമെങ്കിൽ അവരുടെ അടുത്തേക്കൊന്ന് പോകണം. അവരുമായിട്ട് ആ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമുക്ക് തകർന്നു കിടക്കുന്ന മതിലുകളുടെ അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രക്ഷയുടെ മതില്. ഇനി സദൃശവാക്യം 25:28, സദൃശവാക്യം 25:28 നമുക്കൊക്കെ അറിയാവുന്ന ഒരു വാക്കാണ്. സദൃശവാക്യം 25:28 ഞാനത് നിങ്ങളോട് പറയാൻ വായിക്കേണ്ട ആവശ്യമില്ല. ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആകുന്നു. അത് വിശ്വാസ ജീവിതത്തിലും പറ്റാം. ആത്മസംയമനമില്ലാത്ത പ്രശ്നം, തൊടുന്നതിനും പിടിക്കുന്നതിനും വഴക്ക്, പ്രയാസം, മക്കൾ മൂലമായിരിക്കാം, നമ്മൾ മൂലമായിരിക്കാം, എവിടെയും ആകാം. കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ നമ്മുടെ വിശ്വാസ കോളത്തിലും വരാം. പക്ഷെ പറയുന്നത് എന്താ? ആത്മസംയമനം ഇല്ലെങ്കിൽ അവിടെയും മതിലുകൾ എന്ത് ചെയ്തേക്കുക? ഇടിഞ്ഞു കിടക്കുക. ഞാൻ അയൽവക്കത്തെ മതിലിൻ്റെ കാര്യം പറഞ്ഞു. അയൽവക്കത്ത് നിന്ന് നോക്കുമ്പോൾ വിശ്വാസികളാന്നൊക്കെ പറയുന്നത്, പക്ഷേ എന്നും എന്തിനും ബഹളമെന്ന് പറയുമ്പോഴോ, നമ്മുടെ കുടുംബത്തിൽ ക്ഷമിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ, പരസ്പരം പൊറുക്കുവാൻ, ക്ഷമിക്കുവാൻ, മിണ്ടാതിരിക്കുവാൻ, ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടാതെ മിണ്ടാതിരിക്കുവാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ അയൽപക്കത്ത് നിന്ന് നമ്മുടെ നേരെ ചൂണ്ടിയിട്ടും പറയും അവരുടെ മതില് പൊളിഞ്ഞു കിടക്കുകയാണെന്ന്. പ്രിയമുള്ളവരെ, മതിൽ പൊളിഞ്ഞു കിടക്കുന്നത് അതിൻ്റെ അടുത്ത വാക്കിൽ ഇങ്ങനെയാണ് വായിച്ചത്. ഹനാനി പറഞ്ഞത്,
പൊളിഞ്ഞു കിടക്കണം അതിലെന്തിൻ്റെ കാരണമായി തീരുകയാണ്? വലിയ അപമാനത്തിനും നിന്ദയ്ക്കും കാരണമായി തീരുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വേഗത്തിലൊന്ന് മടങ്ങി വരട്ടെ. ഇവിടെ മതിൽ തകർന്നു കിടക്കുമ്പോൾ ഈ മതിൽ പണിയാൻ നമുക്ക് എന്താ വേണ്ടത്? നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് നോക്കാം. നെഹമ്യാവ് എന്ത് ചെയ്തപ്പോഴാണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ യെരുശലേമിന്റെ മതിൽ എത്ര ദിവസം കൊണ്ടാണ് പണിത്? 52 ദിവസം എടുത്തോളൂ. ഇന്നത്തെ കാലത്ത് നല്ലൊരു വീട് പണിയണമെങ്കിൽ ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എടുക്കും. പക്ഷേ വലിയൊരു മതിൽ, ഒരു വലിയ ദേശത്തിൻ്റെ ചുറ്റുമതിൽ, അത് 52 ദിവസം കൊണ്ട് പണിയാൻ കഴിഞ്ഞെങ്കിൽ അത് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, മതില് നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളെ സൂചിപ്പിക്കുന്നതാണ്. മതിൽ പണിയണമെങ്കിൽ ചില നെഹമ്യാവന്മാര് വേണം. അത് എല്ലാവർക്കും ആ ഭാരം വേണമെന്നൊന്നുമില്ല. പക്ഷേ ചില വ്യക്തികളുടെ ജീവിതത്തിലെ ഭാരം മതി കർത്താവിന് അവരെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ. കർത്താവ് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ കരയുന്ന ഒരു നെഹമ്യാവായിട്ട് എന്നെ മാറ്റണം. നമുക്ക് നോക്കാം ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തപ്പോഴാണ്. ഞാൻ അതിനകത്ത് 6 കൂട്ടം കാര്യങ്ങൾ, ഒരു മതിൽ പണിയണമെങ്കിൽ വേണ്ട 6 കൂട്ടം കാര്യങ്ങൾ. എൻ്റെ മുമ്പിലെ സമയം ഞാൻ വേഗത്തിൽ വിനിയോഗിച്ചുകൊള്ളാം. ഒരുപാട് വിഷയം പറയാനുണ്ടെങ്കിൽ ഞാൻ ഇത് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. 6 കൂട്ടം കാര്യങ്ങൾ വേഗത്തിൽ ഞാനിന്ന് പറയുവാണ്. നെഹമ്യാവ് 1:4 നമ്മൾ വായിച്ചൊരു വേദഭാഗമുണ്ട്. നമ്മൾ ചിന്തിച്ചത് കാര്യം തന്നെയാണ്. മതി സിസ്റ്ററെ. ഈ വർത്തമാനം കേട്ടപ്പോൾ എന്തിൻ്റെ കേടാ ഈ നെഹമ്യാവിനിരുന്ന് കരയാൻ? വല്ല ആവശ്യമുണ്ടോ? നെഹമ്യാവ് എവിടെ ഇരിക്കുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, രാജധാനിയിൽ ന്യായമായ ജോലിയുണ്ട്, ഇല്ലേ? ന്യായമായ ശമ്പളമുണ്ട്. വീട്ടിൽ ഭാര്യയും മക്കളെയും നോക്കി സ്വസ്ഥമായിട്ട് അവിടെ അവന്മാര് തകർന്നു കിടക്കുവോ, എന്തെങ്കിലും ചെയ്യട്ടെ, അവരവരുടെ പണി ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാവല്ലോ. പക്ഷെ ഇവിടെ നെഹമ്യാവ് ചെയ്ത കാര്യം എന്താ? ഞാനിരുന്ന് കരഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ ഇവിടെ ഉണ്ട് സിസ്റ്റർ വെള്ളം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കരയുന്ന ചില നെഹമ്യാവുമാരെ ഈ നാളുകളിൽ നമ്മുടെ സഭയ്ക്ക് ആവശ്യമുണ്ട്. പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, കരയുന്ന ചില നെഹമ്യാവുമാര്. ഒരു ദൈവ പൈതലിന്റെ വിശ്വാസ ജീവിതത്തിലെ 3 ക്വാളിറ്റി ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, ഒന്ന്, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ. പ്രാർത്ഥിക്കുന്നവരെല്ലായിടത്തും ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ബ്രദർമാരും എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പക്ഷേ ചിലരുടെ പ്രാർത്ഥന അങ്ങനെയല്ല. ചിലരുടെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യും? കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദൈവമക്കള്. എന്താ ഈ കരഞ്ഞുള്ള പ്രാർത്ഥനയും അല്ലാതെയുള്ളൊരു പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം? കരയണമെങ്കിൽ ഈ കണ്ണുനീര് വരിക എന്നുള്ളതൊക്കെ സഹോദരിമാർക്ക് എളുപ്പമാട്ടോ കണ്ണുനീര് വരുത്താൻ. പക്ഷേ സഹോദരന്മാരുടെ ഒന്ന് കരയണമെങ്കിൽ ഇച്ചിരി പാടാ, ഇല്ലേ? എൻ്റെ മോളൊക്കെ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛക്കൊന്നും ഈ കണ്ണുനീരില്ലേ, കല്ലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കരയാൻ ഇച്ചിരി നാണക്കേടാ, ഇല്ലേ? പക്ഷേ നെഹമ്യാവ് അത്രയും പ്രബലനായിട്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു പ്രത്യേകത എന്തായിരുന്നു? കരയേണ്ട സ്ഥാനത്ത് കരയും. അപ്പോൾ നെഹമ്യാവിൻ്റെ കരച്ചിലാണ് ഈ മതിൽ പണിയുടെ അടിസ്ഥാനം. ഈ സുവിശേഷ വേലയെക്കുറിച്ച് പറയുമ്പോഴും ഒരു വാക്കിങ്ങനെ ഉണ്ടല്ലോ, സാറ് ക്ലാസ് എടുത്തപ്പോഴും അത് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് വരുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് വരുന്നു. ഞങ്ങളൊക്കെ, എൻ്റെ അപ്പനൊക്കെ കൃഷിക്കാരാ. ഇന്ന് വരെ
കരഞ്ഞോണ്ട് വിത്ത് വിതയ്ക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം വിത്ത് വിത എന്ന് പറഞ്ഞ ഒരു ആഘോഷമാണ്. പക്ഷെ എന്തിനാ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് വരുന്നെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാ? ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുമ്പോൾ മാത്രം ഇതിൻ്റെ വളം എന്നതാ? ദൈവമക്കളെ, കണ്ണുനീരാ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. അപ്പോ ഈ ഒരു വിഷയത്തിന് നെഹമ്യാവിന്റെ ജീവിതത്തിൽ റിസൾട്ട് കിട്ടിയെങ്കിൽ അതിനൊരു കാരണം നെഹമ്യാവ് ആരായിരുന്നു? കരയുന്ന ഒരു ദൈവദാസനായിരുന്നു. ബൈബിളില് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവമക്കളുടെ കണ്ണുനീര് എവിടെയാ വെച്ചിരിക്കുന്നതായിട്ട് വായിക്കുന്നത്? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം എന്ന് എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? തുരുത്തിയിൽ പകരുന്നു. അപ്പം നമ്മുടെ ഓരോ കണ്ണുനീരും വിലയുള്ള കണ്ണുനീരാ. ഭർത്താവിനെ സോപ്പിടാനുള്ള കണ്ണുനീരല്ല, ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും വിലയുള്ള കണ്ണുനീരാ. തകർന്നു കിടക്കുന്ന ചില മതിലുകളെ ഓർത്ത് പണിയാൻ, കർത്താവേ എൻ്റെ കണ്ണുകളെ കണ്ണുനീര് കൊണ്ടൊരുക്കണമേ എന്ന് ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ ചില തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, ചില തകർന്ന വീടുകൾക്ക് വേണ്ടി, നമ്മുടെ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരയുവാൻ നമുക്ക് ദൈവം കൃപ തന്നാൽ അവരെ ഓർത്ത് കർത്താവിനെ ആർത്ത് സ്തുതിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം തരും. അപ്പോൾ നെഹമ്യാവിനുണ്ടായിരുന്ന ഒരു ഗുണം, ഈ മതിൽ പണിയാനുണ്ടായിരുന്ന ഒരു ഗുണം, നെഹമ്യാവിന് എന്തുണ്ടായിരുന്നു? ഒരു ഭാരമുണ്ടായിരുന്നു, കരയാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. രണ്ടാമത്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആര്? നെഹമ്യാവ്. നമുക്കിത് പല സ്ഥലത്തും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്നറിയാവോ നെഹമ്യാവ് പ്രാർത്ഥിച്ചെന്ന്? 1:4 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ ബൈബിൾ നോക്കുന്നു എന്ന് ഞാൻ കരുതുകയാ. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ഉപവാസ പ്രാർത്ഥനയുണ്ടായിരുന്നു. അവിടെ ഒരു ഇത് എഴുതിയിരിക്കുന്നത് എത്ര ദിവസം പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? കുറെ നാൾ. ആ കുറെ നാൾ എത്ര നാളായിരിക്കും? നമുക്ക് നോക്കാം. കുറെ നാള്. ഇതിനു ശേഷം പിന്നെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 4:6 എന്താണെന്നറിയാവോ? ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കണം. എങ്ങനെയാ? ഒരു ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥന. ദൈവമേ, അവരിങ്ങനെയൊക്കെ ഒരു നോട്ടവും കാഴ്ചയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, എൻ്റെ കുറവുകളെ ദൈവസ്ഥനെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. പിന്നെയും പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ടോ? 6:10 പറയുന്നുണ്ട്. 6:10 തുടങ്ങിയുള്ള പല സ്ഥലത്തും നോക്കിക്കേ, നിന്റെ നാമത്തെ 11-ാം വാക്യം, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥന. പല സ്ഥലത്തും എഴുതിയിരുന്ന വാക്കാണ് പ്രാർത്ഥന. ഇനി 2-ാം അധ്യായത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അവിടെ ഞാൻ അതിലേക്ക് അധികം പ്രവേശിക്കുന്നില്ല. എങ്കിലും ഈ 2-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, രാജാവ് ഒരു കാര്യം ചോദിച്ചപ്പോൾ നെഹമ്യാവ് ഉടനെ ഉത്തരം പറയുകയല്ല ചെയ്തേ. നെഹമ്യാവ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചിട്ടാ പറഞ്ഞത്. ഇനി ഈ കുറെ നാൾ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം പ്രാർത്ഥിച്ചു എന്നറിയാവോ നെഹമ്യാവ്? ഇവിടെ എഴുതിയിരിക്കണ ഈ മാസം കിസ്ലേവ് മാസം, ഇല്ലേ? കിസ്ലേവ് മാസം ഞാൻ കേട്ടെടുത്തോളം നവംബർ ഡിസംബർ മാസമാണ്. ഇനി 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിക്കേ. മതി സിസ്റ്ററെ, നീസാൻ മാസം. അപ്പം കിസ്ലേവ്, എൻ്റെ വാക്ക് തെറ്റുവാണെങ്കിൽ ക്ഷമിക്കണേ, കിസ്ലേവ് മാസത്തിൽ തുടങ്ങിയ പ്രാർത്ഥന നീസാൻ മാസം വരെ ഉള്ള പ്രാർത്ഥനയായിരുന്നു. നീസാൻ മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് മാസം, മാർച്ച് ഏപ്രിൽ ആണെന്നും. മാർച്ച് ഏപ്രിൽ മാസം വരെ പ്രാർത്ഥിച്ചപ്പോഴാണ്
നെഹമ്യാവിന് ദൈവം ഉത്തരം കൊടുത്തു. അപ്പം നവംബറിൽ തുടങ്ങിയ പ്രാർത്ഥനയാണ്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. എത്ര മാസം എടുത്തു? 5 മാസം. അന്ന് 30 ദിവസം ആയിരിക്കാം മാസത്തിന്. 3 5 15. 150 ദിവസം പ്രാർത്ഥിച്ചത് കൊണ്ടാ പ്രിയമുള്ളവരെ 52 ദിവസം കൊണ്ട് മതിൽ പണിയാൻ കഴിഞ്ഞത്. ഇപ്പൊ കിട്ടുന്നു പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. ചില വ്യക്തികൾക്ക് വേണ്ടി മടുത്തുപോകാതെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില വിഷയങ്ങൾക്ക് വേണ്ടി. പക്ഷേ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പോലും പ്രതീക്ഷിക്കത്തില്ല. ദൈവമേ, ഈ നെഹമ്യാവ് എഴുതിയ വാക്കുണ്ട്, അത് വേഗത്തിൽ തീർന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പ്രതിസന്ധിയൊക്കെ വരും, പക്ഷേ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം ഉത്തരം തരാതെ ഇരിക്കത്തില്ല. അപ്പൊ 2 വിഷയമായിട്ട് നമ്മൾ പറഞ്ഞോളൂ. മതിൽ പണിയാൻ 1 ആത്മഭാരം വേണം, 2 പ്രാർത്ഥന വേണം. 3 2:17 അപ്പൊ നമ്മൾ അവിടെ വായിക്കുന്നൊരു വാക്കിതാണ്, നമ്മൾ വായിച്ചതായിരുന്നു 2:18 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ധൈര്യപ്പെടുത്തി. ഓക്കെ, ഇവിടെ ഒരു വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും, വരുവിൻ. 17 തന്നെയാണ്, 17ന്റെ അവസാനം, വരുവിൻ നാം ഇനിയും. അപ്പൊ ഒരാൾ എന്ത് ചെയ്യണം? വരാൻ പറഞ്ഞ് വിളിക്കാൻ വേണം. അതും ഒരു ശുശ്രൂഷയാ സഹോദരിമാരെ. വരുവിനെന്ന് പറഞ്ഞ് സഹോദര പൊക്കോ, അങ്ങോട്ട് പൊക്കോ, അവിടെ പോയി നിങ്ങൾ മതിലൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് വരാൻ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? പറയാം. പക്ഷെ ഇദ്ദേഹം പോകാനല്ല പറഞ്ഞത്, എന്ത് ചെയ്യാനാ പറഞ്ഞേ? അതന്നെ ഈ പോകാൻ പറയുന്നതും വരാൻ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം. പോകാൻ പറയുമ്പോ ഞാൻ മാസ്റ്ററാ, എല്ലാരെയും വിടും. വരാൻ പറയുമ്പോ ഉണ്ടല്ലോ, ഞാൻ എവിടെയുണ്ട്? ഞാൻ കൂടെയുണ്ട്. എന്റെ സഹോദര, ഞാൻ റെഡിയാ. ഈ ശുശ്രൂഷ ചെയ്യാൻ, ഇന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ, ഇന്നിടത്ത് ഇന്ന പ്രശ്നം പരിഹരിക്കാൻ ഞാൻ റെഡിയാ. ആരാധനയ്ക്ക് പാട്ടാരും പാടുന്നില്ല, ദൈവം കൃപ തന്നവർ പാടാതിരുന്നാൽ അത് വലിയ തെറ്റാ കേട്ടോ. ആരും പാടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എവിടെയാ? ഒരു കാര്യവും നടക്കത്തില്ല. എന്ന് പറഞ്ഞ് കാളരാഗത്തിലൊന്നും പാടണ്ട. എങ്കിലും കൃപ തന്നിട്ടുള്ളവർ എന്ത് ചെയ്തിരിക്കണം? പാടണം. ആര് സഭ വന്നാൽ സ്തോത്രം ചെയ്യുന്നില്ലെന്നേ. ഈ പറയുന്നവർ ചെയ്യുന്നുണ്ടോ? അതും ഇല്ലെന്നേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ സഭയിൽ ഒരു പ്രവർത്തനവും ഇല്ലെന്നേ. ഞാൻ പ്രവർത്തനത്തിന് ഇറങ്ങുന്നുണ്ടോ? അതുമില്ല. അപ്പം എവിടെയും പ്രശ്നം എവിടെ തന്നെയാ? നമ്മളിൽ തന്നെയാ. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ നെഹമ്യാവ് 3 കാര്യം ദിവസം പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1, നെഹമ്യാവ് കരയുന്നു. കരഞ്ഞതിന് ശേഷം നെഹമ്യാവ് ദൈവത്തെ വിളിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 1 അധ്യായത്തിൽ തന്നെ അല്ലേ? ഞാൻ അത് പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം, പ്രശ്നം മുമ്പിൽ കിടക്കുക. പക്ഷേ നെഹമ്യാവ് ഒരു കാര്യം ചെയ്യുന്ന എന്നറിയാവോ? പ്രശ്നത്തെ അല്ല വലുതായിട്ട് കണ്ട. തകർന്നു കിടക്കുന്ന മതിലുണ്ട്. അവർ ഭയങ്കര ഓർത്തഡോക്സുകാരാ. അവരെങ്ങും എത്ര പറഞ്ഞാലും രക്ഷിക്കപ്പെടത്തില്ല. പ്രശ്നമാണ്. മറുവശത്ത് നെഹമ്യാവ് ആ പ്രശ്നത്തെ അല്ല കണ്ടത്. പകരം നെഹമ്യാവ് ദൈവത്തെ വിളിക്കുന്ന പേര് നോക്കിക്കേ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന നിയമവും ദൈവവും പാലിക്കുന്ന മഹാനും. ആരാ വലുത്?
പ്രശ്നമാണോ ദൈവമാണോ വലുത്? നെഹമ്യാവിനോട് ചോദിച്ചാൽ നെഹമ്യാവ് പറയും, തകർന്നു കിടക്കണം, അതൊരു വലിയ പ്രശ്നമാ, എന്റെ ദേശത്തിന്റെ അപമാനമാ അത് സൂചിപ്പിക്കുന്നത്, എന്റെ ജനം നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു സൈഡിൽ ഈ പ്രശ്നം വലുതായിരിക്കുമ്പോഴും അതിനേക്കാൾ വലുതാണ് എന്റെ കർത്താവ്. പ്രിയമുള്ളവരെ, ദൈവത്തെ വലുതായി കാണുന്ന ഒരു വ്യക്തിക്കും പ്രശ്നങ്ങള് വലുതല്ല. അപ്പം ഒന്ന് കരഞ്ഞു, ദൈവത്തെ വലുതായിട്ട് കണ്ടു. മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. തന്നെത്താൻ എന്ത് ചെയ്തു? അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നുണ്ടേ, ഞാനും എൻ്റെ പിതൃഭവനവും. നെഹമ്യാവ് എന്നാ പാപം ചെയ്തിട്ടാ ഈ യെരുശലേമിന്റെ മതിൽ തകർന്നു കിടക്കുന്നേ? പക്ഷെ പ്രിയമുള്ളവരെ, തൻ്റെ ജീവിതത്തിലെ കുറവുകളും ഏറ്റു പറയാൻ നെഹമ്യാവിന് മനസ്സുണ്ടായിരുന്നു. അത് തന്നെയാണ് നെഹമ്യാവ് പിന്നെ ഒരു വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ ദാസന്മാരുടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുള്ള എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കുറവ് ദൈവസന്നിധിയിൽ നമ്മൾ സമ്മതിക്കണം. അപ്പം ഇങ്ങനെ ഒരു നല്ല നേതാവായിട്ട് നെഹമ്യാവ് മുമ്പിൽ നിന്നു. ഞാനത് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞത്. എനിക്ക് രാജാവിൻ്റെ കപ്പ് ബിയറായിട്ട് ഞാൻ നിൽക്കുക, ഇപ്പം സമയമില്ലെന്ന് പറയുമല്ല, അതിനൊരു സാവകാശം വെച്ചിട്ടാണെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് പ്രാധാന്യം കൊടുത്തു. പിന്നെ ടീം വർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി വേറെ രണ്ട് കാര്യം കൂടി ഞാൻ വേഗത്തിലൊന്ന് പറയുകയാണ്. ഈ 2:19 നെഹമ്യാവ് പറയുന്നൊരു വാക്കുണ്ട്. ഈ ശത്രുക്കൾ വന്നപ്പോൾ സൻബല്ലത്തും തോബിയാവും കൂടെ വരാനായിട്ട് നോക്കിയപ്പോൾ, അല്ല പേടിപ്പിക്കാനായിട്ട് നോക്കിയപ്പോൾ 20 ഒരു വാക്യമുണ്ട്. മതി 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 ഈ പണിയൊക്കെ ഞങ്ങൾ ചെയ്യുന്നു പറയുമ്പോഴും ആരാ പണി തീർക്കുന്നത്? സ്വർഗത്തിലെ ദൈവം. എൻ്റെ ശക്തിയാലല്ല, എൻ്റെ കഴിവിലല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഏത് പ്രശ്നം വരുമ്പോഴും ദൈവത്തെ വലുതായി കാണുന്ന വ്യക്തിക്ക് പറയാനായിട്ട് സാധിക്കും, ഈ സ്വർഗത്തിലെ ദൈവം എൻ്റെ പ്രശ്നം. നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ എത്ര വലുതുമാകട്ടെ പ്രിയമുള്ളവരെ, അതൊന്നും ദൈവത്തെക്കാളും വലുതല്ല. അതൊന്നും ദൈവത്തെക്കാൾ വലുതല്ല. ദൈവത്തിന് നമ്മുടെ ആ കാര്യത്തിൽ പരമാധികാരം കൊടുത്താൽ പ്രശ്നമേത്, ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം എന്ന് പറഞ്ഞ രോഗവും മറ്റൊന്നുമല്ല, അതും പ്രശ്നമെങ്കിലും ചിലരുടെ രക്ഷ, ചിലരുടെ വീണ്ടെടുപ്പ്, നമ്മുടെ കുട്ടികളുടെ ആ ഒരു ഉണർവ്, അവരെ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടത്, സഭയുടെ ഉണർവ്, ദേശത്ത് ദൈവജനം സാക്ഷ്യം പുലർത്തിക്കൊണ്ട് പോകേണ്ടത്, ഈ വിഷയത്തിലൊക്കെ ധൈര്യമായിട്ട് പറയാനായിട്ട് പറ്റണം. ഞാൻ നെഹമ്യാവിനെ പോലെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ഞാൻ നെഹമ്യാവിനെ പോലെ ഈ വിഷയത്തെ ഓർത്ത് കരയുമ്പോൾ, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ദൈവത്തിന്റെ കരത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നെഹമ്യാവ് 2:18. ആരാ കൂടെയുള്ളത്? ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂല. ദൈവത്തിന്റെ കൈ കൂടെ ഉണ്ടെന്നുള്ള മോശയും ഏത് ലീഡർഷിപ്പിലുള്ളവരും ഉറപ്പ് വരുത്തിയൊരു കാര്യം എന്താണെന്നറിയാവോ? ദൈവമേ, അങ്ങയുടെ കരം, അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ പോരണം. യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്ന ദൈവകരം നമ്മളോട് കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കയില്ലെന്ന് പറഞ്ഞ ആ കരം നമ്മളോട് കൂടെ ഉള്ളിടത്തോളം കാലം അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്താൻ, ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ പറഞ്ഞ് ബലമുള്ള കൈകളുടെ പരിപാലനം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം വിജയം പ്രാർത്ഥിക്കുന്ന നെഹമ്യാവുമാരുടെ കൂടെയാണ്. നെഹമ്യാവും എസ്രയും ഒരുമിച്ച് എഴുതിയതാണെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നത്. എസ്രയുടെ പുസ്തകം വായിച്ചാൽ
ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ചില വാക്യങ്ങൾ മാത്രമാണ് ഞാനൊന്ന് വായിക്കുന്നത്. തൊട്ട് മുമ്പുള്ള അധ്യായമാ എസ്രയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ. ആ വാക്യങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. എസ്ര 7:6 നമുക്കൊന്ന് നോക്കാം. എസ്ര 7, ഈ ദൈവാലയം പണിതതിന് ശേഷം ഈ എസ്രയെ ഈ ശുശ്രൂഷ ഏൽപ്പിക്കുക, അവിടെ ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ വേണ്ടി എസ്രയെ വിളിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന ചില വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. എസ്രയുടെ കാര്യത്തിൽ പറയുക, എന്തുകൊണ്ട് എസ്രയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയത്? പഠിത്തം കൊണ്ടല്ല, അനുഗ്രഹിക്കുന്ന കൂടെ ഇരിക്കുന്ന കരമുണ്ടായിരുന്നു. അടുത്ത വാക്കുകൂടി നോക്കാം, അതിന്റെ 9-ാം വാക്യം. അവിടെയും പറയുക, ഒരു യാത്ര തുടങ്ങി ലക്ഷ്യത്തിലെത്താൻ കാരണം എന്താ? അനുകൂലമായിരിക്കുന്ന ദൈവകരം. അതിന്റെ 28-ാം വാക്യം. അപ്പം ഇവിടെ പറ്റിയത് എന്നാന്ന് വെച്ചാൽ കൂടെ പോകാനുള്ള ആളുകൾ. ഇനി 8:18 അതിനു മുമ്പുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ലേവ്യരാരും കൂടെ പോരാനില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, ചിലപ്പം നമ്മുടെ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ കൂടെ വരാൻ ആരുമില്ല. അപ്പോൾ ഇവിടെ ദൈവം ഈ എസ്രയോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത കാര്യം 18-ാം വാക്യത്തിൽ കാണാൻ പറ്റും. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് വായിപ്പിക്കുന്നില്ല. ചില ലേവ്യരെ ആ ശുശ്രൂഷ ചെയ്യാൻ ചില ആളുകളെ ദൈവം എന്ത് ചെയ്തു? കൂടെ വരുത്തി. ഇനി 8:22 നോക്കിക്കേ. 8:22 രാജാവ് എസ്രയെ അയച്ചപ്പോൾ പറഞ്ഞു, മോനെ എസ്രയെ നീ പൊക്കോ, എല്ലാ സപ്പോർട്ടും തരാന്ന് പറഞ്ഞു. പക്ഷെ എസ്ര ദൈവത്തിന്റെ ശാസ്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് ആരുടെ കൈയുണ്ട്? ദൈവത്തിന്റെ കരം കൂടെയുണ്ട്. ഇത് പറഞ്ഞിട്ട് പോകുമ്പോൾ എസ്രയ്ക്ക് ഒരു കാര്യം ചോദിക്കാൻ നാണക്കേട്. എന്നാന്നറിയാവോ? കർത്താവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ 2 പട്ടാളക്കാരെ കൂടെ തോക്കും കൊണ്ട് വരണമെന്ന് പറയാൻ പറ്റുന്നേ? കാരണം വീരവാദം പറഞ്ഞതാ ആരാ? കർത്താവ് കൂടെ ഉണ്ടെന്ന്. അതുകൊണ്ടൊരു നാണക്കേട് തോന്നി. ചില ശുശ്രൂഷയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുറെ നാണക്കേടൊക്കെ വരും. കർത്താവിൻ്റെ വേലയാന്ന് പറയും, പിന്നെ എങ്ങനെയാ പെട്രോൾ അടിക്കാൻ പൈസ ചോദിക്കുന്നേ? ചില കാര്യത്തിലൊക്കെ നാണക്കേട് വരും. പക്ഷെ പറഞ്ഞ വാക്കെന്നത് ആരാ പറഞ്ഞത്? കർത്താവാ. ഇനി നടത്തിയോന്ന് നോക്കിക്കേ. 8:22 രാജാവിനോട് ചോദിക്കാൻ നാണം കെട്ടത്. പക്ഷേ 31 നോക്കിക്കേ. ഒരു രാജാവും വേണ്ടി വന്നില്ലെന്നേ. എന്ത് ചെയ്തു? ദൈവം കാത്തു സൃഷ്ടിച്ചു. പ്രിയമുള്ളവരെ, കർത്താവ് ചില മതിലുകൾ പണിയാൻ നമുക്ക് ഇത്രയൊക്കെ മതി. കരയാനൊരു മനസ്സുണ്ടോ? പ്രാർത്ഥിക്കാനായിട്ട് അത് തുടർച്ചയായി പ്രാർത്ഥിക്കാനുള്ളൊരു ഹൃദയമുണ്ടോ? മുമ്പിട്ടിറങ്ങാൻ ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയാൻ ചില പ്രിയപ്പെട്ടവരുണ്ടോ? ഞാനല്ല പണിയുന്നത്, എൻ്റെ ദൈവം എനിക്ക്, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിച്ചു തരുമെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ, ദൈവമേ അങ്ങയുടെ കൈ എന്നോട് കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞ് ആ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട്, ആ കയ്യിൽ ആശ്രയിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുമോ? ഏത് മതിലുകളും, ജീവിതത്തിലെ ഏത് മതിലുകളും നമുക്ക് പണിയുവാനായിട്ട് ദൈവം കൃപ തരും. ഞാൻ ഒരു വാക്യം മാത്രം വായിച്ചിട്ട് നിർത്തുകയാണ്. യെശയ്യാപ്രവചനം 49:15-16 ഒരു മതിലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവചനം 49:15
15, 16. Yeah. 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 നമുക്കറിയാവുന്ന വാക്യമാണ്, വായിച്ചോട്ടെ. നിന്റെ മതിലുകളെല്ലായ്പ്പോഴും എൻ്റെ മുമ്പിലിരിക്കും. ചില മതിലുകളുള്ളതൊരു അഭിമാനമാണ്. ചില വീടുകളുടെയൊക്കെ അടുത്തോടെ പോകുമ്പോൾ ഉയർന്ന മതിലുകൾ കാണുന്നില്ലേ? ആ മതിലൊരു അഭിമാനമല്ലേ? ആ മതിലൊരു വേർപാടിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങൾ വേർപെട്ടവരാ. വേർപാടിൻ്റെ ഒരു മതിലും ദൈവമക്കൾക്ക് വേണം. ദൈവമക്കൾ ഈ മതിലുള്ള കെട്ടിയടച്ച തോട്ടം പോലെ ദൈവത്താൽ സംരക്ഷിക്കപ്പെടട്ടെ. എവിടെയെങ്കിലും മതിലുകൾ തകർന്നിട്ടുണ്ടെങ്കിൽ വലിയ വലിയ തകർച്ച വേണ്ട. പ്രിയമുള്ളവരെ, കർത്താവേ, എൻ്റെ ഇന്ന ഭാഗത്ത് ചെറിയ തകർച്ച കണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്, അത് പണിയണമേ ദിവസം നമുക്ക് പറയാം, പ്രാർത്ഥിക്കാം, നെഹമ്യാവന്മാരായി തീരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.